അധ്യക്ഷൻ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഈ വമ്പിച്ച മീലാദ് സമ്മേളനത്തിൽ ഒരു പ്രഭാഷണം ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടതിൽ വളരെയധികം ആഹ്ലാദമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ സഞ്ചരിക്കാറുള്ളൊരു വഴിയരികിൽ ഒരു ഇരുനില വീട്. അതൊരു ജൂത കുടുംബം വസിക്കുന്ന വീടായിരുന്നു. വഴിയോട് ചേർന്നു നിന്ന ആ വീടിന്റെ മുകളിൽ ആ വീട്ടിലെ പെണ്ണ് എന്നും കാത്തു നിൽക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതും കാത്തു നിൽക്കും. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂമാലയിട്ട് സ്വീകരിക്കാനല്ല, അവിടുത്തെ പുണ്യം നേടാനുമല്ല, അവിടത്തോടുള്ള അരിശം തീർക്കണം. അതിന് ആ പുണ്യമാക്കപ്പെട്ട മേനിലേക്ക് അവൾക്കൊന്ന് കാർക്കിച്ചു തുപ്പണം. അതിനു വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്. എല്ലാ ദിവസവും അവൾ കാത്തിരിക്കും. എല്ലാ ദിവസവും ലോകം പടക്കപ്പെടാൻ കാരണഭൂതരായ പുണ്യ റസൂലിന്റെ പൂമേനിയിലേക്ക് അവൾ മേച്ചമായ തുപ്പലെറിയും. പുണ്യ റസൂൽ അത് ഒന്നും പറയില്ല, അത് തുടച്ചു മാറ്റി കടന്നു പോകും. ഒരു ദിവസം തന്റെ ദേഹത്ത് തുപ്പൽ വീണില്ല. കാരണം അന്ന് ആ പെണ്ണ് അവിടെ കാത്തു നിന്നിരുന്നില്ല. പെണ്ണിന്റെ അച്ഛനോട് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവൾക്ക് എന്തു പറ്റി? അവളെ ഇന്ന് കാണുന്നില്ലല്ലോ. അസുഖം ബാധിച്ച് തളർന്നു കിടക്കുകയാണെന്ന് പെണ്ണിന്റെ അച്ഛൻ മറുപടി പറഞ്ഞപ്പോൾ പുണ്യ റസൂൽ അനുമതി വാങ്ങി അകത്തേക്ക് ചെന്നു. പെണ്ണ് അന്താളിച്ചു പോയി. ആരാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത്? ഇത് ദൈവദൂതൻ തന്നെ. പെണ്ണ് വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നബിയോട് സ്നേഹമുണ്ടോ? എങ്കിൽ കുഫ്ർ പോലും ഇസ്ലാമാണെന്ന് കിഴക്കിന്റെ മഹാകവി മൊഴിഞ്ഞത് ഈ സംഭവത്തിലൂടെ. നമുക്ക് ചേർത്ത് വായിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.